ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10th മെയിൻസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി BEG. മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം, അമേരിക്ക, അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം, കാനഡ, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, അയർലൻഡ്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം, ആസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി മണ്ഡൽ കമ്മീഷൻ, രണ്ടാം പിന്നോക്ക കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക, ഷാ കമ്മീഷൻ, അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി BCD ശരിയാണ്. കേന്ദ്ര സർക്കാർ 1976 42-ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ബിയും ഡിയും ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ആൻസർ ഓപ്ഷൻ സി ശിലാവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ: ബാന്ധവഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. അടുത്ത ക്വസ്റ്റ്യൻ: സോനാമാർഗ് തുരങ്കം
ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ദേശീയപാത 1. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പമ്പ. കബനി, ഭവാനി, പാമ്പാറ് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത്? ആൻസർ ഓപ്ഷൻ ബി, രുദ്രസാഗർ തടാകം.